MKN വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്രോഷ്യോ സീരീസിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിംഗിൾ ക്രോഷ്യോയാണ്. അതിൽ 1ാമത്തെ ചെയിൻ നമ്മൾ ഒഴിവാക്കിയിട്ട് അടുത്ത ചെയിനിലാണ് നമ്മൾ ഹുക്ക് ഉപയോഗിച്ചിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. 2ാമത്തെ ചെയിനിൽ ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ യാൺ എടുത്തിട്ട് കാണുന്ന 2 ലൂപ്പിനുള്ളിലൂടെ വലിച്ചെടുക്കുക. ഈ നീളത്തിൽ നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന യാണിനെയാണ് വർക്കിംഗ് യാൺ എന്ന് പറയുന്നത്. വീണ്ടും ചെയിനിനുള്ളിലൂടെ യാൺ ഓവർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 2 ലൂപ്പുകൾ കിട്ടും. വീണ്ടും വർക്കിംഗ് യാണ്. ഈ 2 ലൂപ്പുകളിലൂടെയും നമ്മൾ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത സമയത്ത് ആദ്യം യാൺ ഓവർ ചെയ്തെടുത്ത ആ ഒരു വർക്കിംഗ് യാണ് തന്നെയാണ് നമ്മൾ അതിൽ കാണുന്ന അവസാനത്തെ ലൂപ്പിനുള്ളിലൂടെയും കൂടെ വലിച്ചെടുത്തിരുന്നത്. ഇത് 2 ലൂപ്പുകൾക്കുള്ളിലൂടെ 2ാമതായിട്ട് നമ്മൾ വർക്കിംഗ് യാൺ ഓവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന ചെയിനിൻ്റെ നമ്പർ എത്രയാണോ ആ നമ്പറിലേക്ക് ഒരെണ്ണം കൂട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഏറ്റവും ബേസിക് സ്റ്റിച്ച് എന്ന് പറയുന്നത് ചെയിൻ സ്റ്റിച്ചും അതുപോലെ ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗിൾ ക്രോഷറ്റുമാണ്. അതിൻ്റെ ഇടയിൽ ആവശ്യങ്ങൾക്കാണ് സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്യുകയാണ്, ഒരു റൗണ്ട് നമ്മൾ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. ആ റൗണ്ട് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ഇതുപോലെ നമ്മൾ പാറ്റേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്യാറില്ല. പാറ്റേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ തുടങ്ങിയിട്ടുള്ള സ്റ്റിച്ചുകളാണ്. ക്രോഷ്യ പഠിക്കുന്ന കൂട്ടുകാർ ഇത് ജസ്റ്റ് കേട്ട് പോവാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങളുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാൻ മറക്കരുത്. കാരണം നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് നോക്കണം അല്ലെങ്കിൽ ഒന്ന് വായിക്കണം എന്ന് കരുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ദിവസം നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ചും ചെയിൻ സ്റ്റിച്ചും ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സിംഗിൾ ക്രോഷ്യയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും പറയാൻ മടിക്കരുത്. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അതുപോലെ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക.